കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും പഴുവലിൽ വീട് ആക്രമിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ 11-അംഗ ക്രിമിനൽ സംഘത്തെ അന്തിക്കാട് പോലീസ് പിടികൂടി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഗുണ്ടകളെ പൂട്ടാനായി നടത്തുന്ന ഓപ്പറേഷൻ ഫയറിന്റെ ഭാഗമായി നടത്തിയ നീക്കത്തിലൂടെയാണ് പോലീസിന്റെ പ്രധാന തലവേദനകൾ അകത്തായത്. ഓപ്പറേഷൻ ഫയർ എന്ന പേരിട്ട നീക്കത്തിലാണ് ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടിയത്. പിടിയിലായവരെല്ലാം സ്ഥിരം ക്രിമിനലുകളും ലഹരി ഇടപാട് പ്രദേശത്ത് നടത്തിവരുന്നവരുമാണ്. പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടിയോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റിയുമായുണ്ടായ പ്രശ്നത്തിൽ പ്രദേശവാസി യുവാവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിലെ പ്രതിയായ പ്രശാന്ത് ഒരാഴ്ച മുമ്പ് ആത്മഹത്യ ചെയ്തു. ഇതിൽ പ്രകോപിതരായ പ്രതികൾ ക്ഷേത്ര ഭാരവാഹികളുടെ വീടിന് നേരെ ഗുണ്ടാ ആക്രമണം നടത്തുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായ പഴുവിൽ സ്വദേശി ചെമ്മാനി വീട്ടിൽ ഉണ്ണിമോൻ എന്ന രഞ്ജിത്ത്, കോളുപുരയ്ക്കൽ ദിനേശ്, വലിയപറമ്പിൽ വീട്ടിൽ അമൽരാജ്, പൊറ്റക്കാട് വീട്ടിൽ മണികണ്ഠൻ, എടതുരുത്തി സ്വദേശി രോഹൻ, ചെറുവള്ളിക്കാട്ടിൽ ശരത്ചന്ദ്രൻ, താന്യം സ്വദേശികളായ അനന്തു എന്ന അനന്തകൃഷ്ണൻ, ചെറിയത്ത് വീട്ടിൽ ശ്രീകുട്ടൻ, കാട്ടൂർ സ്വദേശി തോട്ടപ്പള്ളി അജീഷ്, കൈപ്പമംഗലം സ്വദേശികളായ പുത്തൂർ വീട്ടിൽ സൂരജ്, പഴുപ്പറമ്പിൽ അർജുൻ തമ്പി എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചെറിയ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഈ ചാഴൂർ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ നിയമം കയ്യിലെടുത്ത് ആ അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായി. സമയബന്ധിതമായി ഉണർന്നു പ്രവർത്തിച്ച പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പലരും തൃശൂർ വെസ്റ്റ്, അന്തിക്കാട്, ഇരിങ്ങാലക്കുട, കൈപ്പമംഗലം സ്റ്റേഷനുകളിലായി 1 ഡസനോളം കേസുകളിൽ പ്രതികളാണ്. റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KP സുരേഷ്, അന്തിക്കാട് SHO ഇൻചാർജ് K അജിത്, T അഭിലാഷ്, ഡാൻസ് ഓഫ് സംഘം അടക്കമുള്ളവരാണ് പ്രതികളെ പിടികൂടിയത്. 24 തൃശൂർ.